ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഒരു ചിക്കൻ ഐറ്റമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികളൊക്കെ ഹെൽപ്പിന് വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും എന്തായാലും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ഫ്രൈ ഐറ്റമാണ് കേട്ടോ. നമ്മളിപ്പോൾ KFCയും FFCയും ചിക്കനൊക്കെ കഴിക്കണ പോലെ ഒരു ചിക്കൻ സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ സോൾ ഓഫ് അടുക്കളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം വേണ്ടത് ചിക്കൻ വിങ്സ് ആണ് കേട്ടോ. ഞാനൊരു 10 പീസ് ചിക്കൻ വിങ്സ് ആണ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള വിനീഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിതിൽ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ആ ചിക്കൻ വിങ്സിലേക്ക് ഈ മസാല പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് ഒന്ന് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കാൻ നോക്കുക. അപ്പോൾ പെട്ടെന്ന് മസാല പിടിക്കും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, കാശ്മീരി ചില്ലിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ ഈ മിക്സ്ചർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ വിങ്സ് ഓരോന്നും ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ പൊടി കൊണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ചിക്കൻ വിങ്സൊക്കെ ഇതുപോലെ ഒന്ന് കണ്ട് അതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഓരോ പീസും അതുപോലെ മാറ്റി വയ്ക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക കേട്ടോ. ഇനി നമ്മളിതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനൊന്ന് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്യുക, ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ആ പൊടിയിലിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പൊടിയുടെ അംശങ്ങളൊക്കെ പോവും. ജസ്റ്റ് ഒന്ന് പ്ലെയിൻ വാട്ടറിലൊന്ന് മുക്കിയെടുക്കുക, പൊടിയിലിട്ടൊന്ന് റോൾ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ ആ മസാല കോട്ടിങ് ഉണ്ടല്ലോ, ആ കോട്ടിങ് നന്നായിട്ട് ആ ചിക്കൻ്റെ പീസിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചിക്കൻ ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ഞാൻ ചൂട് കട്ടിയുള്ളൊരു ചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കുറച്ച് കുഴിയുള്ള ചട്ടി വെക്കാം. അതിലേക്ക് കുക്കിംഗ് ഓയിൽ, ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓരോ ചിക്കൻ പീസും. 1-2 അല്ലെങ്കിൽ ഒരു 3 പീസൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ പെട്ടെന്നാവും കേട്ടോ. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് അങ്ങോട്ട് മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസുകളും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ്റെ വിങ്സ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഡീപ് ഫ്രൈ ആവുക, കോരി മാറ്റാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാനിതിന് ഡിപ്പായിട്ട് മയോണൈസാണ് എടുത്തേക്കുന്നത്. നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഡിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഐറ്റം ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമ്മൾ ചിക്കനിലൊക്കെ പോയിട്ട് പൈസ കൊടുത്ത് കഴിക്കുന്നതിനൊക്കെ ഹെൽത്തിയാണ്, കുറച്ചുകൂടി ടേസ്റ്റിയാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.